സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ടസർ സാരി ആൻഡ് അതും ഇത് സോഫ്റ്റ് ഷെയ്ഡ്, നല്ലൊരു ലൈലാക്ക് ടോണും ടൈ ആൻഡ് ഡൈ പാറ്റേണും അതിൻ്റെ കൂടെ തന്നെ പാസി എംബ്രോയിഡറിയുടെ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ടുള്ള ഒരു രീതിയിൽ വന്നിട്ടുള്ള ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് ഫുള്ള് സാരിയുടെ ബോർഡേഴ്സിന് വരുന്നത്. അപ്പോൾ ബോഡി ഫുള്ളായിട്ട് പ്ലെയിൻ ആവാതെ ടൈ ആൻഡ് ഡൈ ഡിസൈനാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ആക്ച്വലി സ്ക്രീൻ പ്രിൻറ്റിൽ ചെയ്തെടുത്തേക്കുന്നതാണ് ടൈ ആൻഡ് ഡൈയുടെ പാറ്റേൺ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട്. ആൻഡ് ഇതിൻ്റെ പല്ലു ആണ് കേട്ടോ നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഷോർട്ട് ബനാറസി പല്ലുവിൻ്റെ ഒക്കെ അത്ര വരത്തില്ല, അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു വിഡ്ത്ത് വരുന്നത്. അതിനകത്ത് ഈ ഒരു ബോർഡർ പാറ്റേണിൻ്റെ അകത്തായിട്ട് ഒരു റെക്റ്റാങ്കുലർ പാറ്റേണിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഫ്ലോറൽ ഡിസൈൻ, അതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഡിസൈനാണ്. ബാക്കി സാരി ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ആ ഒരു പേസ്റ്റൽ ടോൺസിന് ഒരു കളേർഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പിങ്ക്, പീച്ച്, മോഫ്, ഗ്രീനിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ്സ്, അങ്ങനെ ഒരു കോമ്പിനേഷൻ. ബേജ് ഉണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്. പക്ഷേ ദിസ് ഇസ് ഫുള്ളി ഫിൽഡ് വിത്ത് ഫ്ലോറൽ ഡിസൈൻസ് ആൻഡ് ഇറ്റ്സ് ഗോട്ട് എ ബേർഡ് ആൻഡ് ഒരു ബട്ടർഫ്ലൈ ഡിസൈനും ഒക്കെ കൂടെ ആയിട്ട് നല്ല രസമായിട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേണിൽ പല്ലുവിനെ ഹൈലൈറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ഉടുക്കുമ്പോഴത്തേക്കും ചുറ്റിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മാത്രമായിട്ടൊരു ഹൈലൈറ്റ്. പക്ഷേ അത് സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് പൈപ്പിംഗ് ഫിനിഷിങ് കൊടുത്ത് കോർഡഡ് പൈപ്പിംഗ് ഫിനിഷിങ് കൊടുത്തിട്ടാണ് എഡ്ജ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ആട്ടോ വരുന്നത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് HS796 ആണ്. 10,549 റേഞ്ചിൽ വരുന്ന സാരിയാണ്. ആൻഡ് ബ്ലൗസ് ഫുള്ള് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് സാരി ഫുള്ളായിട്ട് ആ ഒരു ഹെവിയർ ലുക്കിൻ്റെ കൂടെ സോളിഡ് ആയിട്ടുള്ള ബ്ലൗസ്. അപ്പം കുറച്ച് ഹെവിയർ പാറ്റേൺസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കളേഴ്സിൻ്റെ ഷുഗർ ബീറ്റ്സോ കട്ട് ബീറ്റ്സോ വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ തന്നെ ഒന്ന് ഔട്ട്ലൈൻഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ സ്ലീവ്സിൽ മാത്രം അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് അത് വരികയും ചെയ്യും. അപ്പം നന്നായിട്ട് ശരിക്കും ട്രൈ ഔട്ട് ചെയ്യേണ്ട ഒരു പാറ്റേൺ ആണ്. SBS കോഡിൽ പ്യുവർ ടസറിൽ വന്നിരിക്കുന്ന സാരി 10,549 റേഞ്ചിൽ നമ്മുടെ ശാസ്തമംഗലം റീറ്റെയിലാണ്. ഇൻസ്റ്റോർ അവൈലബിൾ, ഓൺലൈനിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. www.aham.store. ടെസർ സാരി ലവേഴ്സിന് പേസ്റ്റൽ പിസ്ത ഗ്രീൻ കളറിൽ വന്നേക്കുന്ന പോയിന്റ് എംബ്രോയിഡറി കോമ്പിനേഷനിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ക്ലോസറിൽ കാണാം. ഈ സാരിയുടെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നുണ്ടല്ലോ 11,349 ആണ്. ആൻഡ് കോഡ് വന്നിരിക്കുന്നത് SBS 794 എന്ന കോഡിലാണ്. സിംഗിൾ പീസാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ടെസർ സാരീസിൽ നമ്മൾ പൊതുവേ കാണുന്നതിൽ നിന്നും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു കളറാണ്. ലൈവ്ലി കളറാണ്. ഓർഗൻസാസിലും ബനാറസി സാരീസിലും കാഞ്ചീപുരത്തിലും ഒക്കെ നമുക്ക് ഈ കളർ കാണാമെങ്കിലും ടെസറിൽ അധികം അങ്ങനെ കാണാറില്ല. ഇത് ഫുൾ സാരിയിൽ ഇതുപോലെയാണ് വന്നേക്കുന്നത്. ത്രൂ ഔട്ട് ദ സാരിയിൽ ബോർഡേഴ്സിൻ്റെ പോർഷനിൽ ഫ്ലോറൽ ബാഞ്ചിൻ്റെ തന്നെ പോയിന്റ് എംബ്രോയിഡറി ഡീറ്റെയിൽസ്. പോയിന്റ് എംബ്രോയിഡറി വന്നിട്ടുള്ള ഓർഗൻസ സാരീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് പോയിന്റ് എംബ്രോയിഡറി വന്നിട്ടുള്ള റിച്ച് ആയിട്ട് നിൽക്കുന്നതാണ്. എന്നാൽ ബോഡി പോർഷൻ പ്ലെയിൻ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിംഗിൾ ത്രെഡഡ് ആയിട്ടുള്ള നമ്മുടെ ലക്നൗവി വർക്കിൻ്റെ ഒരു ഇൻസ്പിറേഷനിൽ വന്നിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ത്രൂ ഔട്ട് ദ സാരിയിൽ സെൽഫ് കളറിൽ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫ്ലവേഴ്സിന് ഒരു ഹൈലൈറ്റിന് വേണ്ടിയിട്ട് ഓഫ് വൈറ്റ് കളറിലെ ത്രെഡ് കൊടുത്തിട്ട് ഒരു ഔട്ട്ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വന്നേക്കുന്നത്. നമ്മൾ ഉടുത്ത് നിൽക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു ലൈവ് ഫീല് കിട്ടാനായിട്ട് ഭയങ്കര നല്ലൊരു സാരിയാണ്. ത്രൂ ഔട്ട് ദ സാരി ഇങ്ങനെ തന്നെയാണ്. മുട്ടിന് താഴത്തോട്ട് വരുന്ന പോർഷനിൽ പ്ലെയിൻ ആയിട്ടുള്ളത് വന്നിട്ട് മുട്ടിന് താഴത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് എൻ്റെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ബ്ലൗസ് പീസ് കണ്ടാലോ. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. ബിക്കോസ് സാരിയിൽ ഫുള്ളായിട്ട് ഹെവി ആയിട്ടുള്ള വർക്ക് വന്നേക്കുന്നത് കാരണം തന്നെ ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഈ ബ്ലൗസ് പ്ലെയിൻ ആയത് കാരണം നമുക്ക് ചിലർക്ക് ഓർക്കും ഒരു പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വേറെ നിന്ന സമയത്ത് ഒരു ഇച്ചിരിയും കൂടെ വർക്ക് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ബീഡ്സിൻ്റെ ഒരു ചെറിയ സ്പ്രെഡ് സ്ലീവ്സിലും നെക്ക് ലൈനിലും ഒരു സ്പ്രെഡ് പാറ്റേൺസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇല്ലെങ്കിലും പ്ലെയിൻ ആയിട്ട് ഒരു ചെറിയ ഇപ്പം വീണ്ടും നമുക്ക് പഫ് സ്ലീവ് പാറ്റേൺസ് ഒക്കെ വീണ്ടും ഇന്നാണ്. അപ്പം ചെറിയ 2 പ്ലീറ്റ് കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞ് പഫ് സ്ലീവ് പാറ്റേൺ ഒക്കെ കൊടുത്താലും നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. SBS 794 എന്ന കോഡിൽ 11,349 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ഒന്നും കൂടെ ഞാൻ നോക്കിയോട്ടെ. അത് തന്നെ 11,349 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ദേശി ടെസർ ഫാബ്രിക്കിനകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറിയിൽ 2 കളർ ത്രെഡാണ്. ആ ഒരു പിസ്ത ഷെയ്ഡും അതിൻ്റെ കൂടെ തന്നെ ഓഫ് വൈറ്റിൻ്റെ കോമ്പിനേഷനും. ചെസ്റ്റ് പോർഷനിൽ വന്നേക്കുന്നത് ബോർഡർ പാറ്റേൺ വന്നേക്കുന്നത് പോയിന്റ് എംബ്രോയിഡറി ആണ്. ബോഡിയിൽ ഫുള്ളായിട്ട് ലക്നൗവി ഫിനിഷിങ്. അപ്പം ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് അവർ വെബ്സൈറ്റ് www.aham.store SBS 794. ബനാറസി സാരീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നതാണ് ലൈറ്റ് ഗോൾഡൻ കളറിലുള്ള വീവിങ് പാറ്റേൺസ്. ഇന്ന് ഓർഗൻസ ഫാബ്രിക്കിനകത്ത് അതുപോലെ തന്നെ തോന്നുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ സാരി.
അതും ഗോൾഡൻ രേഷം അതായത് ത്രെഡ് യൂസ് ചെയ്തിട്ടും ബനാറസി ലൈറ്റ് ഗോൾഡൻ കളറിലെ ജെറി യൂസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള വീവിങ് പാറ്റേൺ പോലെ തന്നെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഈ ഒരു സാരി ഭയങ്കര ഒരു സൂത്തിങ് ഇഫക്റ്റ് ആണ് കണ്ണിന് കൊടുക്കുന്നത്. SBS എന്ന കോഡിലാണ് കേട്ടോ ഇതും വന്നിരിക്കുന്നത്. അതിൻ്റെ ബോർഡർ ഡീറ്റെയിലിംഗ്, ലോവറിൽ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയമണ്ട് ഷേപ്പിൽ, ഇപ്പം ഗൗരിയുടെ കൈ ഇരിക്കുന്ന പോർഷനിൽ വന്നിരിക്കുന്ന ബോർഡർ ഉണ്ടല്ലോ, പൈപ്പിംഗ് ഫിനിഷിംഗ് പോലെ തോന്നുന്ന രീതിയിലെല്ലാമായിട്ടാണ് എൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. നല്ലൊരു ഭംഗിയിലാണ് കേട്ടോ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഫ്ലോറൽ പാറ്റേൺ, വീണ്ടും ആ ഒരു ഡയമണ്ട് ഡിസൈൻ, പിന്നെ ഒരു ജാൽ പാറ്റേൺസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ബൂട്ട ഡിസൈൻ, ബോഡിയിൽ ഫുള്ളായിട്ട് ത്രെഡിൻ്റെയും ജെറിയുടെയും കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബൂട്ട പാറ്റേൺസും. പ്ലീറ്റ്സിൻ്റെ പോർഷനൊക്കെ നമ്മൾ നോക്കുവാണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് ആ പ്ലീറ്റ്സിൻ്റെ പോർഷൻ എല്ലാം വന്നിരിക്കുന്നത്. പൈപ്പിംഗ് ഫിനിഷിങ്ങിന് പകരമായിട്ട് ഒരു ഫേസിംഗ് ഫിനിഷിംഗ് ആണ്. ഗൗരി ആ ഫേസിംഗ് ഫിനിഷിംഗ് ഒന്നും എടുത്ത് കാണിച്ചു കൊടുക്കുമോ? കണ്ടോ, ഫേസിങ് ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഉൾവശത്ത് വരുമ്പോൾ ഒരു ചെറുതായിട്ടുള്ളൊരു ബോർഡർ പോലെ നമുക്ക് ഫിൻ ചെയ്യുകയും ചെയ്യും. അതായത് നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ഫിനിഷിങ്ങിലാണ് അതിനകത്തെ കൊണ്ടുവന്നേക്കുന്നത്. അതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ കണ്ടോ, പല്ലുവിൻ്റെ പോർഷൻ വന്നേക്കുന്നത് ഫുള്ളായിട്ട് ഈ ഒരു ബോർഡറിൽ വന്നേക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് തന്നെ നല്ല ഭംഗിയായിട്ട് അതിനെ റിപ്പീറ്റഡ് പാറ്റേണിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ പല്ലു നമുക്ക് ഇച്ചിരിയും കൂടെ ഒന്ന് ക്ലോസറായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വന്നേക്കുന്നത്. ആ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് തന്നെ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വന്നേക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിനകത്ത് അല്ലേ. ഇത് തന്നെയാണ് പൈപ്പിങ്ങിനും കൊടുത്തേക്കുന്നത്. റോ കോട്ടൺ ഫാബ്രിക് ആയിരുന്നു തോന്നുന്നു അല്ലേ. ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിനകത്ത് തന്നെയാണ് അതിൻ്റെ ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഗോൾഡൻ യെല്ലോ കളർ, അതൊരു സ്കിൻ ടോണിനോട് മേർജ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് അതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. ഇതാണ് അപ്പോൾ ആ സാരി ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ലുക്ക് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം വീണ്ടും അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം. അതുവരേക്കും ബനാറസി വീവിംഗ് പാറ്റേണിൻ്റെ അതേ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സാരി, ഗ്രീൻ കളർ, ഒരു ഒലിവിൻ്റെയും മിൻറ്റിൻ്റെയും കൂടെ ചേർന്നിട്ടുള്ളൊരു തളിരിലപ്പച്ചയും എന്നൊക്കെ പറയാം നമുക്ക്. അതിൻ്റെ ഒരു സ്പെഷ്യൽ ഗ്രീൻ കളറാണ്, ലൈറ്റ് ഗോൾഡൻ കളറുമാണ് അതിനകത്ത് വന്നിട്ടുള്ളത്.